ഹലോ. നമ്മളൊന്നൊരു ചെറിയൊരു കഥ, അതായത് എൻ്റെ ഒരു ചെറിയൊരു ജീവിത കഥയാണ് ഇട്ടത്. ഈ മാങ്ങയുടെ കാര്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയണത്. ഈ മാങ്ങ എനിക്ക് മാങ്ങ പഴുത്തതും ചക്ക പഴുത്തതും ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ കിട്ടിയാലും കഴിക്കും. പക്ഷെ ഈ മാങ്ങ കിട്ടിയതിന് ഒരു കഥ തന്നെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. വയസ്സ് എത്രയാണെന്നറിയോ? 85 കഴിഞ്ഞു. ഇപ്പോഴും താപ്പ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെച്ചിങ്ങ് പകൽ ഇങ്ങനെ കറങ്ങാൻ നടക്കും. അതിനിടയിൽ മാങ്ങ കൊണ്ടുവരുമ്പോൾ ഒരു സഞ്ചി നിറച്ച് മാങ്ങിണ്ടാവും. ഇത് കുത്തിയിരുന്ന് കഴിച്ചിട്ടും കുറെ അവർക്കൊക്കെ കൊടുത്തിട്ടും ഈ എന്താ പറയാ, അതിന്റെ തൊലിയും അണ്ടിയൊക്കെ അങ്ങോട്ട് വഴക്കുറത്തേക്ക് അങ്ങോട്ട് ഇടും. അവിടെ ഈ വർഷക്കാലല്ലേ, ഈച്ചയൊക്കെ വന്ന് ആകെ പൊതിഞ്ഞ് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആർക്കായാലും ഉണ്ടാവും ഈ വർഷക്കാലത്ത് ഈച്ചയുടെയും ഉറുമ്പിന്റെ ശല്യം ഒരിക്കലും സഹിക്കില്ല. അത് എന്നിട്ട് മഴ ഒന്ന് തോരുമ്പോൾ ആ അണ്ടിയും അതിന്റെ തൊലിയൊക്കെ ഞാൻ പോയിട്ട് പറക്കി എടുത്തിട്ട് അറ്റത്ത് കൊണ്ടുപോയിട്ടാ ചെയ്യണത്. അപ്പൊ എനിക്കിത് വല്ലാത്തൊരു പണിയാണ്. അപ്പൊ അത് കാണുമ്പോൾ കൊണ്ടുവരുമ്പോ തന്നെ ഞാൻ അങ്ങനെ നോക്കും, ആ സഞ്ചിമിലേക്കും ആളേനും ഇങ്ങനെ നോക്കും. അപ്പൊ ആൾക്കറിയാം എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത്. പക്ഷെ ആളത് ചെയ്യാതിരിക്കില്ല. ഞാനാണെങ്കിലോ ചീത്ത പറയുകയും ചെയ്യും. ആളവിടെ കൊടന്നെച്ചിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല മുഴുത്ത 2-3 മാങ്ങ ഞാൻ ഇട്ട് എടുക്കൂട്ടാ. പക്ഷെ ഞാനിത് ചെത്തി കഴിച്ച് അങ്ങനെ തന്നെ അറ്റത്തന്നെ കൊണ്ടിടും. പക്ഷെ അവർക്ക് പ്രായമായ കാരണം അവരതൊന്നും ചെയ്യില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് അവരിങ്ങനെ ചെയ്യണത്. എന്ന് വെച്ചാൽ മഴ തോരാണ്ടിരിക്കുമ്പോഴൊക്കെ ഈ തോലിയൊക്കെ അങ്ങോട്ട് എടുക്കുമ്പോൾ എനിക്ക് അവിടെ ഈച്ചയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എത്രയായാലും അവരൊരു ആഗ്രഹമല്ലേ, അവർക്ക് പ്രായമായതല്ലേ, പറക്കാനൊരു ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. കഴിക്കലൊക്കെ വളരെ കുറച്ചുള്ളൂ. പക്ഷെ ഞാൻ ചീത്തയൊക്കെ പറയും, എന്തിനാ ഇതിന് പോണത്, ഇവിടെ പറ്റില്ല, ഇവിടെ അങ്ങനെ ഈ ചീകുറുമ്പ് വന്ന് നിറഞ്ഞിട്ട് എനിക്ക് അടിക്കാനും തുടയ്ക്കാനും നേരമുള്ളൂ, ഇത് നടക്കില്ല ഇവിടെ എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അവർ കേൾക്കാത്ത പറയും, നീ ആരാ അതൊക്കെ പറയാൻ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ചെറിയ ചണ്ടയൊക്കെ കൂടും. ഇത് കഴിഞ്ഞ് ഞാൻ മാങ്ങ പറക്കിയിട്ട് ഞാൻ അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് എടുത്തിട്ട് ഞാൻ കൊണ്ട് തിന്നും ചെയ്യും കേട്ടോ. അത് ആൾക്കറിയാം ഞാൻ കഴിക്കുന്നുള്ളത്. ഇത് കഴിഞ്ഞാലും നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഭയങ്കരയാണെന്ന്. അതൊന്നല്ല, ഞാൻ പുറത്തേക്ക് ഇടവിട്ട ദിവസങ്ങളിൽ പുറത്തൊക്കെ പോകും. വണ്ടി കൊണ്ട് പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അവർക്ക് കൊടുക്കും. അവരുടെ റൂമിൽ കൊണ്ടാക്കി ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് കഴിച്ചോളാം എന്നിട്ട്. അപ്പം ഞാൻ നല്ല മനസ്സൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഇങ്ങനെയുള്ള ചണ്ടകൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അവർക്ക് നല്ല പ്രായത്തിൻ്റെതായ ഒരു ദേഷ്യം ഇതൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഇവരെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മനസ്സിൽ ദേഷ്യമൊന്നുമില്ല, സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിൽ വെക്കാൻ അറിയാത്ത ഒരാളാണ് ഞാനും. അത് പ്രകടിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാവം തോന്നും. എന്നിട്ട് ഞാൻ ഇതേപോലെയുള്ള നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിലുണ്ട് അങ്ങനെ അമ്മായിമ്മയും നിങ്ങളും തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ? വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഈ നല്ല പ്രായമുള്ള ആൾക്കാർക്ക് സ്വതവേ അവര് പല കാര്യങ്ങളും മറക്കും, നല്ല വൃത്തിയൊക്കെ കുറയും, അവരെ കൂടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മളത് സഹിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ അമ്മയിൽ നമ്മൾ സഹിക്കണ്ടേ. അപ്പൊ എല്ലാവരും അഭിപ്രായം പറയാം. ഓക്കെ.